വിലാദത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെക്കുറിച്ചാണ് ആദ്യത്തെ പ്രതിപാദ്യ വിഷയം. ഖുറൈശ് കെ സബ്സെ ബഡെ സർദാർ അബ്ദുൽ മുത്തലിബ് ഥെ. ഖുറൈശിയിലെ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും വലിയ സർദാറായിരുന്നു അബ്ദുൽ മുത്തലിബ്. ഇൻകാ കൈ നാമൂർ ബേട്ടെ തെ, മസലൻ അബൂ താലിബ്, അബ്ദുള്ള, ഹംസ ഓർ അബ്ബാസ് വഗൈറ. അദ്ദേഹത്തിന് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാണ് അവർ? അബൂ താലിബ്, അബ്ദുള്ള, ഹംസ, അബ്ബാസ് എന്നിവർ. उन्होंने अपने बेटे अब्दुल्ला का निकाह आमिना बिन्त वहब के साथ किया, जो कुरैश के कबीले बनी ज़हरा की अजीज़ तरह बेटी थे. निकाह के थोड़े दिन बाद अब्दुल्ला ने तिजारत के लिए मक्के से शाम का सफ़र किया. असनाई सफ़र में मदीने के कबीले बनी नज्जार में, जहाँ उनका नन्हियाल था, डहर गए और बीमार होकर इंतकाल कर गई. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ളയുടെ നിക്കാഹ് ഖുറൈശി കബീലയിലെ ബനി സഹ്റ ഗോത്രത്തിലെ പ്രിയങ്കരിയായിട്ടുള്ള മകളായിട്ടുള്ള ആമിന ബിൻത്ത് വഹബുമായി നടത്തി. വിവാഹത്തിന് കുറച്ചു ദിവസത്തിന് ശേഷം അബ്ദുള്ള കച്ചവടാവശ്യത്തിനായി മക്കയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോയി. യാത്രാമധ്യേ ബനി നജ്ജാർ കബീലയ്ക്ക് അടുത്ത് വെച്ച് അദ്ദേഹം രോഗിയാവുകയും മരണപ്പെടുകയും ചെയ്തു. താരീഖി വിലാദത്ത്, ജനനത്തിൻ്റെ ചരിത്രം. इनकी वफ़ात के चंद माह के बाद दोशंब के दिन सुबह के वक्त 9 റബീഉൽ അവ്വൽ मुताबिक 17 असर अप्रैल 1705 को इस साल जिसमें असहाब फील का वाक़या हुए, हज़रत सल्लल्लाहु अलैहि वसल्लम की പൈദായിഷ് ഹുയി. ഈ സംഭവത്തിന്, അദ്ദേഹത്തിൻ്റെ മരണത്തിന് കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഒരു തിങ്കളാഴ്ച ദിവസം സുബഹിയോടടുത്ത സമയത്ത് റബീഉൽ അവ്വൽ 9 ഏപ്രിൽ 17 1775 അസ്ഹാബുൽ ഫീൽ കലഹത്തിന് ശേഷം, ആനക്കലഹത്തിന് ശേഷം ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അബ്ദുൽ മുത്തലിബ് യെ മസ്റദ സുൻകർ ബഹുത് ഖുശ് ഹുയി. അബ്ദുൽ മുത്തലിബ് ഈ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് വളരെ സന്തോഷവാനായി, ആനന്ദിച്ചു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നാം രഖാ और अरब के रस्म के मुताबिक सातों दिन ഖത്തൻ കിയ എന്ന പേര് വെക്കുകയും അറബി കൾച്ചറിൻ്റെ രീതിയായിട്ട് 7-ാം ദിവസം സർക്കുംസിഷൻ ചെയ്യുകയും ചെയ്തു, മാർഗം ചെയ്യുകയും ചെയ്തു. ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുന്നുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് അല്ല.